ഹായ് ഫ്രണ്ട്സ്, ഉമ്മൂസ് റേജ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കി. ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി റംസാൻ. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് മോഡൽ. ഇത് ഒരു മഞ്ചേരിയിലെ ഫാമിലിയുടെ കസിൻസ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയിലാണ് കേട്ടോ. സ്കൂൾ കോളേജിലെ പ്രോഗ്രാം സെൻഡ് ഓഫ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കളർ കോഡ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. സാറ്റിൻ മെറ്റീരിയൽ എല്ലാം എന്നോട് മെറ്റീരിയലൊക്കെ ചോദിച്ചു, ഞാൻ അതിൻ്റെ മീറ്ററും എല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെയ്യിച്ചാണ്. ഇത് ഇത്രയും ടൈറ്റ് ഡമ്മിയിൽ അവരുടെ ഫിറ്റിംഗ് അല്ല കേട്ടോ, ഡമ്മി അവരുടെ ഫിറ്റിംഗ് അല്ല. സോ അങ്ങനെ പിന്നെ ബാക്ക് നല്ല ടൈലൊക്കെ കൊടുത്തു. ഒരു ഇസ്ലാമിക് ഡ്രസ്സ് ലുക്കായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. അവരതിന് ചെറിയൊരു പ്രിഫർ തന്നിരുന്നു, പക്ഷേ അതിനേക്കാൾ ഒരു എന്തൊക്കെയോ ഗസ് ചെയ്യുന്നുണ്ട് തോന്നി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയൊക്കെ പറഞ്ഞുതരാമെന്നേക്കാട്ടിലും ഞാൻ മനസ്സിലാക്കി ചെയ്തതാണ് കേട്ടോ. ഫ്രണ്ടിൽ പ്ലീറ്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിരിക്കും തോന്നി. ഇതിന് ശ്രഗ് വരുന്നുണ്ട്. ഈ ശ്രഗ് എനിക്ക് ഒരുപാട് പണി തന്ന സാധനം. കാരണം ഇതിലുള്ള കുഞ്ഞു സ്റ്റോൺ, കുഞ്ഞല്ല നല്ല വലുതാണ്. സ്റ്റോണും വീടും കൂടിയുള്ള ഗമ്മിൽ ഭയങ്കര സ്റ്റിക്കായി നിൽക്കുകയാണ്. അപ്പോൾ അത് പറിച്ചെടുക്കും തോറും മെറ്റീരിയൽ കട്ടായി പോവാണ്. അത് സ്റ്റിച്ചിങ് ഏരിയ കൂടെയൊക്കെ പോകാൻ ഒരുപാട് ടൈം എടുത്ത് ടെൻഷനായി ചെയ്യേണ്ടി വന്നു കേട്ടോ. അത്ര മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ് ഒഴിവാക്കി, വെറുതെ ക്യാഷും കളയും, മെറ്റീരിയലും ഡാമേജ് ആവുന്നു. അപ്പോൾ എന്താ പറയുക, കസ്റ്റമർ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫിറ്റിംഗ് എല്ലാം എപ്പോഴും ഓക്കെ ആണല്ലോ, എല്ലാ കസ്റ്റമർക്കും അതേപോലെ ഓക്കെ ആയിരുന്നു. അവർക്ക് ശരിക്കും ഞാനിത് ചെയ്തതിൻ്റെ മോഡൽ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അത് കണ്ടു നോക്കണ്ടോ. അപ്പോൾ ഇതാണ് ബാക്ക് വശം. കൈയൊക്കെ സ്ലീവാണ്, സോറി അബായ സ്ലീവാണ്. അതേപോലെ ശ്രഗിനും കൊടുത്തത് ഫ്രണ്ടിലേക്ക് ഈ ടെയിൽ കൊടുത്തില്ല, അത് ഫ്രണ്ടിലേക്കും നമുക്ക് വേണമെങ്കിൽ കെട്ടിവെക്കാം. അത് ബെൽറ്റ് പോലെ അതേമാതിരി സൈഡിലേക്ക് ചെയ്യാം. ആ കുട്ടി സൈഡിലേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു. കിട്ടിയപ്പോൾ പിന്നെതാ ഇഷ്ടമാക്കാതെ സ്റ്റിച്ചിങ് ഒക്കെ നല്ലതായിരിക്കണം കേട്ടോ. അടുത്തതും ഇതേപോലെ തന്നെ സെൻഡ് ഓഫിന് വേണ്ടിയിട്ട് ഞാൻ ഇവരെ മോള് തന്നിരുന്നിട്ട് ഒരു കസ്റ്റമർ ഒരു മോഡൽ പ്രിഫർ ചെയ്തിട്ടുണ്ട്. ആ മോഡൽ നോക്കി അതേപോലെ ചെയ്തിട്ടുണ്ട്. കട്ടിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇച്ചിരി തുണിയുള്ളായിരുന്നു. ആ തുണിയിലാണ് ഇതൊക്കെ ചെയ്ത് ഒപ്പിച്ചത്. അതുകൊണ്ട് സ്ലീവ് ഒന്നും മോഡലിനെ പോലെ ചെയ്യാൻ പറ്റില്ല. എന്നാലും ആ കുട്ടി ഉദ്ദേശിച്ച് അതും ഒരു ദിവസത്തെ ഒരു ഇച്ചിരി നേരത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ കുറച്ച് ലോക്കൽ സാറ്റിൻ തുണിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു പ്രിഫർ ചെയ്ത മോഡൽ. ഇതേപോലെ തന്നെ എൻ്റെ സ്ഥിരം കസ്റ്റമറുടെ നാത്തോനോ കസ്റ്റമറോ ആണ്. അവളുടെ മോളും കൂടി ആയിട്ട് തന്നിരുന്നത്. ഇവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ഹാൻഡ് വർക്ക്, സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ. ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി കൊടുത്തു. ഹാങ്ങിങ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നതാണ്. ഏതായാലും അവർ നല്ല ഹാപ്പിയാണ്. അവരുടെ മോൾക്ക് അടുത്തത് ഒരു റോസ് കളറിൽ ഒരു അമ്പർല പിന്നെ ബോട്ടും പിന്നെ അതേപോലെ ഒരു ചെറിയൊരു ടോപ്പും ചെയ്ത് കൊടുത്തത്. അതിന് നല്ലൊരു ലേസൊക്കെ കൊടുത്ത് ഹാങ്ങിങ് ലേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇച്ചിരി തടി കൂടുതലുള്ള ആളായതുകൊണ്ട് ഒരു ഇച്ചിരി ലൂസ് എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് ലൂസ് ഇട്ടായിരുന്നു. ആ ഒരു ഇത് മാത്രമല്ലാതെ ബാക്കിയെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടു. ഇതിൻ്റെ എല്ലാ ഷോർട്സ് വീഡിയോ ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവരും കണ്ടു നോക്കുന്നുണ്ട്. ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓ, ഡ്രസ്സൊക്കെ അടിപൊളി. ഇഞ്ചി ചുരിദാറൊക്കെ ഉഷാറായിക്കണം. നല്ല ഷേപ്പും ഇതൊക്കെ പാകം. കുട്ടീൻ്റെത് കുറച്ച് ഷേപ്പാക്കണ്ടായിനി, കുറച്ച് ലൂസ് ചെയ്നി. അത് ഞാൻ പിന്നെ അവിടുന്ന് ഷേപ്പാക്കി. ഇതാണ് മക്കളെ നമ്മുടെ അടിപൊളി സംഭവം, ഈദ് സ്പെഷ്യൽ. അതായത് ഈ റംസാനിൽ ഇതാ ഇപ്പം ഇത് ഫിനിഷ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തു. ഇതിൻ്റെ ഒരു നൈബറാണ്, ഇവിടുത്തെ ഈ വണ്ടൂരിലുള്ളൊരു നൈബറായിരുന്നു. അവർക്ക് വേണ്ടി ചെയ്താണ്. എൻ്റെ റെഡ് ചുരിദാറിൽ സ്കാലപ്പും ഇതൊക്കെ കണ്ടിട്ട് അതേപോലെ ഒരു പാർട്ടി വെയർ ചെയ്യാൻ ആഗ്രഹിച്ച് ഒരു റാണി പിങ്ക് ഷിഫോൺ മെറ്റീരിയൽ കൊണ്ടുവന്നു. നല്ല സ്മൂത്ത് മെറ്റീരിയലായിരുന്നു, ഡാർക്ക് കളറായിരുന്നു. ഭയങ്കര എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ആ ഇഷ്ടം കൊണ്ട് ആ ഇഷ്ടത്തിൽ അങ്ങ് ചെയ്ത്. പിന്നെ അവൾ എന്താണ് നിനക്ക് വിട്ടു തന്ന് എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി നമുക്ക് അങ്ങനെയുള്ളവരടുത്ത് നമുക്ക് ഒന്നും കൂടി അടിപൊളിയായി ഓട്ടോമാറ്റിക് ചെയ്തു പോവും നമുക്ക് വിട്ട് തരുന്നാകുമ്പോൾ. അപ്പം ഞാൻ ഈ ഷോളിന് 3 ഭാഗവും വൺ ലെയർ ആയിട്ടാണ് കേട്ടോ സ്കാൽപ്പ് കട്ട് ബീഡ് കൊണ്ട് ചെയ്തത്. ഫ്രണ്ട് പോർഷന് നമ്മൾ തലയിൽ ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ 2 ലെയറിലുമാണ് കട്ട് ബീഡ് കൊണ്ട് സ്കാലപ്പ് ചെയ്ത്. എന്തായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ മുന്നേ 2 ചുരിദാറും കൂടി ചെയ്തിട്ടുണ്ട്. അവൾ മൊത്തം 3 എണ്ണമായിരുന്നു തന്നിരുന്നു. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതിൽ കുറച്ച് ചെറിയൊരു മിസ്റ്റേക്ക് വന്ന്, കാരണം മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് പേജിൽ എഴുതിയത് മാറിപ്പോയി. മുന്നത്തെ മെഷർമെൻറ്റ് വെച്ച് ചെയ്തതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. എന്നാൽ അതും ഞാൻ കറക്റ്റാക്കി കൊടുത്തു. അവൾ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു. 40,000 മേലിൽ വ്യൂവേഴ്സായി. ഞാൻ ഫുൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വർക്ക് നല്ല അടിപൊളിയായി കണ്ടോ ചെയ്തത്. നല്ല ശരിക്കൊരു പാർട്ടി വെയർ ചുരിദാറായി.
അടുത്ത് ഇതായിരുന്നു കേട്ടോ, ഷോള് നല്ല ഷോളും ടോപ്പും മാത്രം ചെയ്ത് നല്ല ഗ്രീനായിരുന്നു, അടിപൊളിയാണ്. പിന്നെ ലേസ് ചെറിയൊരു സമൂസ ലേസ് കൊടുത്തു, നെക്ക് ഒരു റൗണ്ട് നെക്ക്, പിന്നെ അതിലൊരു ലീഫ് പ്രിൻറ്റ്, നല്ലൊരു പ്രിൻറ്റ് പേസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു മോഡലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്തത് ഗോൾഡൻ ആണ്. ഈ മെറ്റീരിയലിൻ്റെ കഥ പറയേണ്ട, നെയ്യ് പൊരിച്ച മെറ്റീരിയൽ ആയിരുന്നു. ഇതിന് നല്ലൊരു റെഡിമെയ്ഡ് ലേസ് സ്റ്റോണും ബീഡും ഒക്കെ ഉള്ളൊരു ലേസ്, കട്ട് ബീഡിൻ്റെ ഒരു ലേസ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടില്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പിന്നെ അതിന് നല്ല, അതായത് ഗോൾഡൻ കളറാണ്. നല്ലൊരു ബോട്ടം ചെയ്തു, ആംഗിൾ ലെങ്ത്ത് ബോട്ടം ചെയ്തു. ഇതും അടിപൊളിയായിരുന്നു. തടിയുള്ളവർ ഇങ്ങനത്തെ മെറ്റീരിയൽ ഒഴിവാക്കുക കേട്ടോ, നല്ലൊരു ജോർജറ്റ് ഷോളും അതിന് ലേസ് കൊടുത്തു. 3 ഭാഗം ആ ഒരു രീതിയിൽ ലേസും, പിന്നെ നെക്കിന് കൊടുത്ത ലേസാണ് ഫ്രണ്ട് സൈഡ് കേട്ടോ, അതായത് നമ്മൾ തലയിലിടുന്ന പോർഷൻ ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട കേട്ടോ.